പഞ്ചായത്ത് ഏത് വേണം, അതിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് ഏത് വേണം, ജില്ലാ പഞ്ചായത്ത് ഏത് വേണം എന്നുള്ളത് നമ്മളോ ആറോ അല്ല തീരുമാനിക്കുന്നത്, സോഫ്റ്റ്വെയറാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ നമ്പർ അടങ്ങിയിരിക്കുന്ന ഒരു ഷീറ്റ് ഒരു മെഷീൻ ചെയ്യുമ്പോൾ ആ മെഷീൻ്റെ ഇത് അപ്പം തന്നെ നിങ്ങളുടെ മേശപ്പുറത്ത് ആറോ എത്തിച്ച് ചെയ്യും. അപ്പോൾ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കേസൊക്കെ നമ്മൾ തുറന്നു, അത് തുറക്കേണ്ട കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അത് കഴിഞ്ഞാൽ ആ നമ്പർ വെച്ച് നോക്കുന്നു, അതിൻ്റെ കൺട്രോൾ യൂണിറ്റിൽ നമ്പർ നമ്മളിവിടെ പുറകിൽ മുറിച്ച് നോക്കുന്നു. ആദ്യം ചെയ്യേണ്ട പണി അതാണ്. ഇവിടെ കാണാം, കണ്ടില്ലേ? സീരിയൽ നമ്പർ SCK, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കേരള, കൺട്രോൾ യൂണിറ്റ് വാക്കിനും. അത് ഇവിടെ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇവിടെ എഴുതി ചിലപ്പോൾ തെളിയില്ല, അതിനേക്കാൾ നല്ലത് ഇതാണ്. ഇത് നോക്കുക. അപ്പം നമ്മൾ അതും ഇതും സെയിം ആണെന്ന് നോക്കുക. ഇനി ഇൻ കേസ് സെയിം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് സംഭവിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ഉടനെ തന്നെ 6 അത് ചെയ്യാതെ റൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ സോഫ്റ്റ്വെയർ തന്നിരിക്കുന്ന കോപ്പി റൗണ്ട് ചെയ്തിട്ട് അത് ക്ലിയർ ആക്കുകയും അത് ആറോ പിന്നെ അവിടെ ചെന്നിട്ട് സോഫ്റ്റ്വെയറിൽ എഡിറ്റ് ചെയ്തിട്ട് മാറ്റുകയും ചെയ്യും. ഓക്കെ. അത് കഴിഞ്ഞാൽ നമ്മൾ DU1 എടുക്കുന്നു. അത് DMന്റെ നമ്പർ നോക്കാം, പറയാം. തുറന്നില്ല, നമ്മളത് ഉള്ളിൽ തുറക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ നമ്പർ നോക്കണം. ഇതിൻ്റെ നമ്പർ എവിടെ കാണും? സീരിയൽ നമ്പർ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കേരള ബാലറ്റ് യൂണിറ്റ്, ബാക്കി സീരിയൽ നമ്പർ. ഓക്കെ. ഇതെവിടെ കാണും? നമുക്ക് തരും. അത് എടുക്കുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ ആറോ ഒക്കെ എവിടെ നിന്ന് കിട്ടുള്ളൂ? സൈറ്റിൽ നിന്ന്, സൈറ്റിൽ നിന്നല്ല, EVR ട്രാക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ബ്ലോക്കിൻ്റെ. ഓക്കെ. പിന്നെ അതിൻ്റെ ഇനി ഗ്രാമപഞ്ചായത്തിനെടുക്കും നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? നമ്മൾ സ്ലൈഡ് സ്വിച്ച് നോക്കണം. വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. ഇല്ലെങ്കിൽ കണക്ഷൻ നേരത്തെ വരും. സ്ലൈഡ് സ്വിച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇത് ഒന്നിലേക്കാക്കണം. അപ്പോൾ ഇത് തുറക്കണം. സാറൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ ഒരു ആരോ മാർക്ക് കാണുന്നില്ലേ? ആ ആരോ മാർക്കിൻ്റെ ഭാഗത്തേക്ക് ഇത് പ്രസ് ചെയ്താൽ അങ്ങോട്ട് പ്രസ് ചെയ്യും. മേലക്കല്ല, രണ്ടും ഒരുമിച്ച് ചെയ്താൽ മാത്രമേ ഇത്. ഓക്കെ. ഇതെന്ത് ചെയ്യാം? ഇതിപ്പോൾ സെറ്റ് 1-ലാണ്. അടുത്തത് 2, 3, 4, 6 ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് ഇങ്ങോട്ടാക്കിയിട്ട് ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ 1-ൽ വെക്കുക. 1-ൽ ഏറ്റവും ഇങ്ങോട്ടാക്കി. ഇതാണ് 1. ശരി, ഇങ്ങോട്ട് ഞാൻ എത്തത്താണ് 1. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഉടനെ നോക്കി ലോക്ക് ചെയ്യാം. ഇത് അടച്ചു കഴിഞ്ഞാൽ അത് 1-ന്റെ സ്ഥാനത്തേക്ക് നമ്മുടെ നമ്പർ ഇതിൻ്റെ താഴെയായിട്ടത് വരും. കണ്ടില്ലേ? ഇവിടെ അടയാളം കാണുന്നില്ലേ? ആ നമ്പറിൻ്റെ അവിടെ വൃത്തിയായിട്ട് വരും. ഓക്കെ. അതേപോലെ അത് 2-ലേക്ക് ആക്കണം, അത് 3-ലേക്ക് ആക്കണം. ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ നമ്പർ അനുസരിച്ച് ക്രമത്തിൽ വെക്കണം. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഓക്കെ. അത് ഓരോ ബാലറ്റ് ലേബലും അതേപോലെ വെക്കണം. ഓക്കെ. കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് തുറക്കണം. ഇത് ചെയ്യുമ്പോഴൊന്നും സ്വിച്ച് ഓണാക്കരുത്. സ്വിച്ച് ഓണാക്കലായിട്ട് അവസാനം ചെയ്താൽ ഇത് തുറക്കുന്നില്ല. ഇത് തുറന്നിട്ട് നമ്മൾ പിന്നെ ഒരു കാര്യം കൂടി കറക്റ്റ് വന്നാൽ ഓക്കെ. ഇത് മുകളിലോട്ട് താഴോട്ട് പോകുമ്പോഴാണ് ചെറിയ വ്യത്യാസം. വെച്ചുകൊണ്ട് തന്നെ പതുക്കെ കുറച്ച് അങ്ങോട്ട് എത്തിക്കൊണ്ട് തന്നെ ഓക്കെ. ഇത് പ്രസ് ചെയ്ത് ലോക്കാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിവിടെ സീൽഡായി. ആ സീൽ നമ്മൾ ബ്രേക്ക് ചെയ്യാം. ഇത് മെഷീൻ എടുത്തിട്ട് അന്ന് പരിശോധിച്ച സമയത്ത് ഫസ്റ്റ് ലെവൽ ചെക്കിങ്ങിൻ്റെ സമയത്ത് സീൽ പൊടിച്ചാൽ അതിങ്ങനെ തുറക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? ഇതാണ് DM. ഇത് റിമൂവ് ചെയ്തിട്ടാണ് പിന്നെ ട്രഷറിയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുക.
അപ്പോൾ ഇത് അവസാനം എല്ലാം കഴിഞ്ഞു. ഇതിൽ എല്ലാ കാര്യങ്ങളും ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്പറുണ്ടോ, ഇതിൻ്റെ സീരിയൽ നമ്പറും നമ്മളെ തന്നിരിക്കുന്ന നമ്പറും കൂടി നോക്കുക. പിന്നെ അത് തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഇതിലൊക്കെ ഇത് ഈ നമ്പർ ഇവിടെയും കാണിക്കും, ഡിസ്പ്ലേയിൽ വരും. ഒന്ന് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. മാച്ച് ചെയ്യും. ഓക്കെ, ഇത് ബാറ്ററിയാണ്. ബാറ്ററി ഘടിപ്പിച്ചിട്ടുണ്ടാവില്ല. നമുക്കൊരു ഫ്രഷ് ബാറ്ററിയാണ് തരുന്നത്. ആ, പുതിയതായതുകൊണ്ട് അത് കറക്റ്റ്. അതെ, ഫ്രഷ് ബാറ്ററി ഫ്രഷ് ആയിരുന്നു. അപ്പോൾ ഈ ഹോള് നമ്മൾ മറിഞ്ഞു നിൽക്കും, പിന്നെ പ്ലാസ്റ്റിക് കൊണ്ട് മറിച്ച് അതോ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ വെക്കുക, കറക്റ്റ് ഇതിലേക്ക് വരിക, എന്നിട്ട് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അമർത്തം നന്നായി പ്രസ് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ലൂസ് കണക്ഷൻ. അപ്പോൾ ഓക്കെ, അതെ. ഇനി എന്ത് ചെയ്യണം, സീലിംഗ് ഏറ്റവും അവസാനം ചെയ്യണം. ഇടയ്ക്ക് നമുക്ക് തെറ്റിപ്പോയി. അതെ, ഇത് കണക്ട് ഇതിലേക്ക് കണക്ട് ചെയ്യണം, എന്നിട്ടേ ഓണാക്കാം. അതായത് ഇതാണ് തീവണ്ടിയുടെ എൻജിൻ. ഇത് ഫസ്റ്റ് ബോഗി. ആ ബോഗി എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത്. ഇത് രണ്ടാമത്തെ ബ്ലോക്ക്, മൂന്നാമത്തത് ജില്ല. ഗ്രാഭോജി എന്നാണ്. ഗ്രാഭോജി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് ജില്ല ഗ്രാഭോജിയാണ്. ഇത് എൻജിനാണ്. ഓക്കെ, ഇവിടെയാണ് ലോക്കോ പൈലറ്റ്. ഇനി എന്ത് ചെയ്യണം, ഒന്നാമത്തതിൻ്റെ എടുത്തിട്ട് ഇതിലൊന്ന് കണക്ട് ചെയ്ത് ആരെങ്കിലും കണക്ട് ചെയ്തു. ഈ കളർ ഈ റെഡും ഒന്നിച്ചാണ്. വേറെ ഒന്നും ചെയ്യണ്ട, അത് പിടിച്ചിട്ട് വെറുതെ പ്രസ് ചെയ്താൽ മാത്രം മതി. കറക്റ്റ് വെച്ചിട്ട് തിരിച്ചെടുക്കാൻ വേറെ മാത്രം നമ്മളത് ക്ലിപ്പിൽ പിടിച്ച് കൊടുക്കണം. അത് സെറ്റ് ചെയ്തില്ല, സെറ്റ് ചെയ്തതല്ല. അത് കൊടുത്തില്ലേ? കൊടുത്തു അത് അപ്പം കൊടുക്കുക. അതിൻ്റെ കൊടുത്തില്ലേ? അതിൻ്റെ കൊടുത്തില്ലേ? അതിൻ്റെ സ്വിച്ച് ഓൺ ആക്കാം. ഏത് സ്വിച്ച് ഓൺ ആക്കാം? സ്വിച്ച് ഓൺ ആരെങ്കിലും സ്വിച്ച് ഓൺ ആക്കുന്നത് മനസ്സിലായോ? സ്വിച്ച് ഓൺ ആക്കുന്നത് ഇതാണ് സ്വിച്ച്. മുകളിലോട്ടേക്ക് കണ്ടല്ലേ? ഇതാണ് നമ്മൾ സ്വിച്ച്. ഇത് മുകളിലോട്ട് ഓൺ ആക്കുമ്പോൾ ഓക്കെ. നോക്കാം. ഇനി ഡേറ്റ് വരുന്നതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തോളാം. ചിലപ്പോൾ 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ. ഇതിന് 2 മിനിറ്റിൻ്റെ നമ്പർ പോസ്റ്റ് 3 എണ്ണമാണ്. 3 പോസ്റ്റ്. പോസ്റ്റ് 1. ഇത് വരുമ്പോഴാണ് നമ്മൾ ഈ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കണം. കോഡ് നമ്പർ അപ്പോൾ അടിച്ചു കൊടുക്കണം. ഇതിന് കാൻഡിഡേറ്റ്സ് 15 കാൻഡിഡേറ്റ്സ് ഉണ്ട്. അത്രയും കാൻഡിഡേറ്റ്സ് ഉണ്ടാവില്ല. ഇത് FLT ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് സമയത്ത് നമ്മൾ അടിച്ച് കയറ്റിയത്. അത് ചെയ്യാം. പോസ്റ്റ് 2 അതിൻ്റെ കോഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് 2 വെറുതെ അടിച്ചു വെച്ചതാണ്. അല്ല, ഇത് CRC ചെയ്ത സേവ് ചെയ്ത് പോകാലോ. ബാറ്ററി കുറച്ച് ടൈം എടുക്കും കേട്ടോ. ബാറ്ററി ഹൈ ആണ്. സ്വിച്ച് ഓഫ് ആക്കുക. സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അതിലുള്ള സാധനം വേണമെങ്കിൽ എന്ത് ചെയ്യാം, CRC ആയിട്ട് തുടങ്ങാം. നമുക്ക് ഒന്നാമത്തെ വാർഡോട്ട് സെറ്റ് ചെയ്യാം. അത് ഇത് തുറക്കും. ഇതും തുറക്കും. ക്ലോസ് കഴിഞ്ഞ ശേഷം 6 കൊടുക്കാം. അത് കഴിഞ്ഞിട്ട്
ആദ്യം പോസ്റ്റ് 3 തൊട്ടെല്ലാം പോയ ശേഷമേ കഴിഞ്ഞതിന് ശേഷം മാത്രമേ 6 കൊടുക്കാൻ പറ്റും. അതിന് ശേഷമേ ക്ലിയർ കൊടുക്കാൻ പറ്റും. ഇതിന് ഡിലീറ്റ് ചെയ്യേണ്ടത് എല്ലാം എഴുതി വരും. ഒന്നേന്നെല്ലാം കാണിക്കും. അതിന് ശേഷമേ ഓരോന്നും തീരും. ഇത് നമുക്ക് ധൈര്യപൂർവ്വം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ് സെറ്റ് ചെയ്യാം. ഇത് CRC ചെയ്യണമെന്ന് നിയമമില്ല. ഇവിടെ എറർ കാണിച്ചാൽ മാത്രമേ പോസ്റ്റ് 3 ക്രിയേറ്റ് ചെയ്യണം. അത് ചെയ്യാം. അതിന് കാൻഡിഡേറ്റ് സെറ്റ് നമ്മൾ പ്രസ് ചെയ്യണം അതിന്. അപ്പോൾ ഇതിവിടെ തുറക്കാം. CRC ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ മെമ്മറി പിന്നെ ചേഞ്ച്ഡ് അല്ലെങ്കിൽ ലിങ്കർ ഇതിപ്പോൾ ലിങ്ക് ഒക്കെ വളരെ കറക്റ്റായതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് എറർ വരാത്തത്. എറർ വരുന്ന കേസിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ. ഫസ്റ്റ് തന്നെ കാൻഡിഡേറ്റ് സെറ്റ് ചെയ്യാം. സ്റ്റാർട്ടിംഗ് തന്നെ കാൻഡിഡേറ്റ് ഇനി കാൻഡിഡേറ്റ് സെറ്റ് ചെയ്തു നമ്പർ ഓഫ് പോസ്റ്റ് എത്ര അടിക്കേണ്ടത്? മൂന്നാമത്തെ അല്ല ഇവിടെ അമർത്തി വെക്കണം. ഓക്കെ പോസ്റ്റ് 1 ആയി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ തരുന്ന കോഡ് അതിനകത്ത് അടിക്കണം. കോഡിനകത്തുകൊണ്ട് ഒരു കാര്യം ചെയ്യും സാറ്. കോഡ് തന്നെ അറിയാം സാറേ. 1 ഗ്രാമപഞ്ചായത്ത് 1 012 വയനാട് 012 ആ ഇനി ബ്ലോക്കിന്റെ 00 ഡെമോ അല്ലേ? 00 ഒന്നടിച്ചു. ഒന്നുകൂടി നിങ്ങൾ ഗ്രാമപഞ്ചായത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്പർ കിട്ടുമല്ലേ? അപ്പോൾ വേറെ ഇനി ഇവരെന്ത് തെറ്റിച്ചടിക്കാൻ നമുക്ക് ഡിലീഷൻ പഠിക്കണം. തെറ്റിച്ച് പതിനടിച്ച് ഡിലീറ്റ് അടിക്കാലോ. അപ്പോൾ അത് മാനല്ലേ? 00 അടിച്ചോളൂ. 00 അടിച്ചോളൂ. മനസ്സിലായി. ബ്ലോക്കായി ഏതൊക്കെ നമ്പർ അടിക്കും? എത്ര 12 അല്ല ഇതില് വാർഡ് വരെ എത്തിയിട്ടുള്ളൂ. വാർഡ് ഏരിയ പോലീസ് സ്റ്റേഷൻ പഞ്ചായത്ത് ആയിട്ടുള്ളൂ. വാർഡ് വേണം. വാർഡ് 12 അടിച്ചു. 21 വാർഡ്. ഒന്നാമത്തെ പോലീസ് സ്റ്റേഷൻ. എന്റെ ബട്ടൺ ആ ഇനി ഫസ്റ്റ് കാൻഡിഡേറ്റ് ഇതിലെ ഫസ്റ്റ് കാൻഡിഡേറ്റ് എത്ര കാൻഡിഡേറ്റ് ഉണ്ട്? 3 അപ്പോൾ 1 അടിക്കും. 3 ഓക്കെ. അപ്പോൾ അത് സേവ് ആയി. ഗ്രാമപഞ്ചായത്ത് സെറ്റായി. ഗ്രാമപഞ്ചായത്ത് സെറ്റായി. ഇനി ബ്ലോക്കിലേക്ക് പോകണമെങ്കിൽ ഇത് ഇതിങ്ങനെ കാണിക്കും. നമ്മളെ കോഡ് ഇതാണ്. ഇനി പോസ്റ്റ് നമ്പർ 2 അതിന്റെ കോഡ് ബ്ലോക്ക് പഞ്ചായത്ത് അടിച്ചോളൂ. 2 ബ്ലോക്ക് മറ്റേ 1 2 ആ ഇനി 00 അല്ലല്ല 00 പോലെ 00 അല്ല ബ്ലോക്കിന്റെ വാർഡ് വേണം. 01 പോയിക്കോട്ടെ. ഓക്കെ ഇനി ഗ്രാമപഞ്ചായത്തിന് കോഡ് വരണം. ഗ്രാമപഞ്ചായത്തിന് 005 പിടിച്ചോ. 3 ഡിജിറ്റ് വേണം. 005 നേരത്തെ പറ വാർഡിന്റെ കോഡ് വേണം. വാർഡ് എത്രയാണുള്ളത്? 21 വാർഡ് അല്ല 1 മതി. 21 ഇനി ഒന്നും അവസാനത്തെ പോലീസ് സ്റ്റേഷൻ ഒന്നുണ്ട്. കറക്റ്റ് വന്നിട്ടായി. അടുത്ത എൻ്റെ ബട്ടൺ കഴിഞ്ഞു. എൻ്റെ ബട്ടൺ രണ്ടാമത്തെ പോസ്റ്റ് സേവായി. കാൻഡിഡേറ്റ്സ് 3 സേവ് ആയി. ഒന്നാമത്തെ ലാസ്റ്റ് കാൻഡിഡേറ്റ് ലാസ്റ്റ് കാൻഡിഡേറ്റ് ആയി. കാൻഡിഡേറ്റ് 4 ആയി. 4 കാൻഡിഡേറ്റ്സ് ആയി. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ജില്ലാ പഞ്ചായത്ത് 3 അടിക്കും. 3 കോഡ് ഇനി നേരത്തെ പഞ്ചായത്തിന് കോഡ് അതന്നെ വയനാട്ടിൽ നിന്ന് പിന്നെ പഞ്ചായത്തിന് കോഡ് 1 കൊടുക്കാം. അതെ തമിഴ്നാട് 01 ബാക്കിയെല്ലാം സെയിം.
0 0 0 5 yes yes ഒന്ന് എന്നെ ക്യാൻഡേറ്റ് മൂന്നാം താളെ കൊടുത്തു ആ പിന്നെ കൊടുത്തോ ആ കൊടുത്തു 5 പേരുണ്ട് അല്ല 4 ലാസ്റ്റ് കാൻഡിഡേറ്റ് ആയില്ല. പിന്നെ ലാസ്റ്റ് ആ സമയം കുറച്ച് കൊടുക്കണം ഓക്കെ ഡൺ അല്ലേ ഇപ്പൊ നിങ്ങൾ ഏതാ വാർഡുകൾ ചെയ്തോണ്ടിരുന്നത്? ഇപ്പം 21 വാർഡിന് 3 കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്കൊരു വോട്ട് കൊടുക്കണം. അതിനെന്ത് ചെയ്യണം? ഇത് നടക്കണമെന്ന് പറയുന്നില്ല. ഇവിടെ എന്ത് ചെയ്യണം? നമ്പർ ഒന്നുകൂടി എഴുതി കാണിക്കും. ഇത് സ്വിച്ച് ഓഫ് ആക്കുക. അപ്പോൾ വരട്ടെ. അതിന് സ്വിച്ച് ഓഫ് ആക്കുക, ഒന്ന് ഓൺ ആക്കുക. ചെയ്തെല്ലാം ചെക്ക് ചെയ്യാം. കോഡ് ഇതാ. കോഡാണ് അതാ ഒന്ന് പോസ്റ്റ് സീറ്റ് ഒന്ന് ഓക്കെ 3 അതും ഓക്കെ ഓക്കെ എൻ്റെ കൈ. ഇനി സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഒന്ന് ആരെങ്കിലും ഒന്ന് ഓഫ് ആക്കുക. തൽക്കാലം സാർ തൽക്കാലം നമുക്ക് അതൊരു കടലാസിനകത്ത് വിളിച്ചു നോക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടി കാണിക്കണം. നമ്മൾ ചെയ്തെല്ലാം അപ്പോൾ ആ നമ്പറുകൾ ചെക്ക് ചെയ്താൽ മതി. എല്ലാം അറിയാം. ഡേറ്റ് 2-ാം തീയതി ഇന്ന് 12 മാത്രം വീഡിയോ സ്ലിപ്പ് 4-ാം തീയതി എടുക്കണം. വോട്ടും ചെയ്ത് വോട്ട് ചെയ്യാം. അല്ല നമ്പർ ഓഫ് പോസ്റ്റ് അത് കറക്റ്റ് പോസ്റ്റ് 1 ഗ്രാമപഞ്ചായത്ത് കേട്ടോ. നിങ്ങൾ അടിച്ച കോഡാണ്. പോസ്റ്റ് 2 കോഡ് ശരി തന്നെയല്ലേ നോക്കി. ഒന്നാമത്തെ ബ്ലോക്കിൻ്റെ 1-ാമത്തെ ഡിവിഷൻ സീസ് ഒരു പോസ്റ്റിലേക്ക് അലക്ഷൻ നടക്കുന്നത്. ഒറ്റ സീറ്റിലേക്ക് 4 സ്ഥാനാർത്ഥികൾ ബ്ലോക്ക് നമ്മൾ പഠിച്ചോ. അസേര ഒന്നേ കൊടുക്കും. സാർ അത് കളയാം അത് കളയാം. കാരണം നമ്മൾ 21-ാമത്തെ വരുന്ന ബ്ലോക്കിൻ്റെ ഡിവിഷനാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ. ഇതെല്ലാം ഡിലീറ്റ് ആയി. ഇനി മോക്ക് ബോളിൽ ഇത് ഓണായി കൊടുക്കാം. ഇനി ബാലറ്റ് ഓക്കെ ഇനി അടുത്തത് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോളിങ്ങിന്റെ സമയത്ത് ചില ആൾക്കാർ വോട്ട് ചെയ്തിട്ട് ആയില്ല അപ്പോൾ എന്ത് ചെയ്യാം? ആ ചെയ്ത വോട്ട് ഈ ആരോ മാർക്ക് കത്തി നിൽക്കും. അപ്പം വോട്ട് ചെയ്തെന്നതിൻ്റെ അത് പറഞ്ഞു കൊടുക്കണം. ഇല്ല അവരിങ്ങനെ സംശയിച്ചു ഒച്ച വരാത്തോണ്ട് അല്ല ഇനി നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. 1 3 ചെയ്യുന്ന കൂട്ടാ. അപ്പൊ അങ്ങനെ ക്ലോസ് ചെയ്യാം. കോഡ് വാലറ്റ് ആ കൊടുക്കും. 2 3 ചെയ്യുന്നില്ല. 2 ചെയ്യല്ല. ചെയ്തിട്ടില്ല. അപ്പൊ പൂർത്തിയായി കേട്ടോ. ഇതിന് നമ്മൾ ചെയ്തില്ല. അത് കഴിഞ്ഞു ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യും. ഒരു വോട്ട് കൂടി ചെയ്തിട്ട് ഒന്നുകൂടെ ചെയ്യും. ഇനി എൻ്റെ കൊടുത്തോ. ഓക്കെ അപ്പൊ ആകെ എത്ര വോട്ട് ചെയ്തപ്പോ? ഇപ്പം 5 വോട്ട് ചെയ്തു. 3 2 5 1 ഒരാള് ആളുടെ എണ്ണം എത്ര ആള് വന്ന് വോട്ട് ചെയ്തു? 3 വോട്ട് ചെയ്തു. നമ്മളിത് വോട്ടിംഗ് ക്ലോസ് ചെയ്യാണ്. പ്രോസസ് അവസാനിക്കുക 5 മണിയായി. ആക്ച്വൽ അല്ല 6 മണിയായി. ആക്ച്വൽ പോളിംഗ് ആണ് 6 മണിയായി. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് ക്ലോസ് ചെയ്യണം. അത് അയക്കണമെന്നില്ല. പക്ഷെ അതിങ്ങനെ ഇതെടുത്തിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ക്ലോസ് ചെയ്യും 5 മണിക്ക്. ആക്ച്വൽ പോൾ ആകുമ്പോൾ അത് ക്ലോസ് ചെയ്യും.
ക്ലോസിംഗ്. ഇനി എന്ത് ചെയ്യും? ആകെ എത്ര ആൾ വോട്ട് ചെയ്യുന്നൊക്കെ കാണിക്കും. ടൈം നമ്പർ ഓഫ് പോസ്റ്റ് 3, നമ്പർ ഓഫ് വോട്ടേഴ്സ് വരും അല്ലേ? ടോട്ടൽ വോട്ടേഴ്സ് 3 ആളുകളാണ് വോട്ട് ചെയ്തത്. ഇനി ഓരോ പഞ്ചായത്തിന് കിട്ടിയ ഒരു പോസ്റ്റ് 1-ന് കോഡാണ് അതിന് വേണ്ടി വോട്ടാ വരിക. അത് റിസൾട്ട് രണ്ടെണ്ണം. 2 വോട്ട്. അപ്പോൾ ഒരു വോട്ട് അണ്ടർ വോട്ടായി. ഒരു വോട്ട് അണ്ടർ വോട്ടായി. പോസ്റ്റ് 2 ബ്ലോക്കിൻ്റെതാണ്. രണ്ട് വോട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു വോട്ട് അണ്ടർ വോട്ടാണ്. അടുത്ത ഒരു വോട്ട് ഉണ്ടാവുള്ളൂ. ജില്ലാ പഞ്ചായത്ത് ഒരു വോട്ടേ ചെയ്തിട്ടുള്ളൂ. 2 വോട്ട് ഇല്ല. ആദ്യത്തേലെല്ലാം ചെയ്തില്ല. ശരി ശരി. ആദ്യത്തെ 2 ചെയ്തില്ല. ടോട്ടൽ വോട്ട്സ് 2. പോൾ ക്ലോസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? റിസൾട്ട് എടുക്കാം. ഇത് ഓപ്പൺ ആക്കണം. റിസൾട്ട് 1 ഡേ ചെക്കാവും. റിസൾട്ട് ചെറിയ മുടിവിടില്ലേ, ചിപ്പ് ട്രഷറി സൂക്ഷിക്കുന്ന സാധനം, അതാണ്. അതിനാണ് ഇതെടുക്കുക. റിസൾട്ട് 2. നമുക്ക് ഈ റിസൾട്ട് മാത്രം CRC ഇതാണ്. ഇത് മറ്റേ ഇതിനകത്തുള്ള മറ്റേ DM എടുത്ത് രണ്ടാമത് ചെക്ക് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അവർക്ക് ചെക്ക് ചെയ്യാനാണ്. ഇനി ഓരോരുത്തരുടെയും ഫലം പ്രഖ്യാപനം നടക്കും. 3 സ്ഥാനങ്ങളിലേക്ക് ആകെ 3 വോട്ട് ചെയ്തു. മൊത്തം പോസ്റ്റ് 1 ഗ്രാമപഞ്ചായത്തിലേക്ക്. ആകെ 2 വോട്ടേ പോൾ ചെയ്തു. അപ്പോൾ ഒരു വോട്ട് അണ്ടർ വോട്ടാണ്. അതിപ്പോൾ ഇത് കാണിക്കുക. അണ്ടർ വോട്ട് കണ്ടില്ലേ? റിസൾട്ട് കാണിക്കും. സെപ്പറേറ്റ് കാണിക്കും. ഭയങ്കര മോശം കേട്ടോ. ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞില്ലേ? എത്ര ആളാണ് നമ്മൾ? 3 ആള്. രണ്ടാമത് ബ്ലോക്ക് പഞ്ചായത്ത്. അണ്ടർ വോട്ട് 1. രണ്ടിന് 4. ഇനി ഇതെന്ത് ചെയ്യണം? നമ്മൾ ക്ലിയർ അടിച്ചു. CRC അടിച്ചിട്ട് ക്ലിയർ ആവും. ക്ലിയർ അടിച്ചാൽ ക്ലിയർ മാത്രം ക്ലിയർ പോകും. ശരി. ക്ലോസ് റിസൾട്ട് പുറത്തേക്ക് ക്ലിയർ അടിക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് കാണിക്കും. കാൻഡിഡേറ്റ് കൂടുന്നതോറും ഈ സമയം കൂടുന്നതുകൊണ്ടാണ് മനസ്സിലായിട്ട് ഓരോന്ന് മൊക്കോളിൽ കാണിക്കണ്ടേ. കാൻഡിഡേറ്റ് രണ്ടെണ്ണയാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള അത്രയും ഉണ്ടാവും. ക്ലിയർ
ഇല്ല ഇനി ക്ലിയർ അടിക്കണം. ക്ലിയർ കുറച്ച് നേരമാണ് ഇപ്പോൾ ഭയങ്കര സൗണ്ട്. സാറേ എന്തായാലും കോൾഡ് വാട്ടറിൽ പോലും ആ സെറ്റ് ചെയ്തത് പോവാ. അതെല്ലാം ക്ലിയർ ആയി. സെറ്റ് ചെയ്തത് പോയാ ഇനി പുതിയ പാർട്ടിക്ക് വന്നിട്ട് എല്ലാം പോയി മൊത്തം പോയി അല്ലേ. അപ്പോൾ ഈ വോട്ടെണ്ണ മെഷീനിലെല്ലാം വോട്ടെണ്ണി ക്ലിയർ ചെയ്യുമ്പോൾ എല്ലാം പോകും. ക്ലിയർ ചെയ്യുമ്പോൾ എല്ലാം പോകും. ബാക്കി മെമ്മറി യൂണിറ്റിലുണ്ടോ? നമ്മൾ റിസൾട്ട് എല്ലാം എടുക്കുന്നില്ല, കൗണ്ടിങ്ങിൽ റിസൾട്ട് മാത്രമല്ല എടുക്കുന്നില്ല. ഓക്കെ, ഇനി ഒന്നും കൂടി എഴുതി കാണിക്കും. ഇനി അത് എഴുതി കാണിക്കാൻ നിൽക്കണ്ട, നമുക്ക് ഇനി സീലിംഗ് ആണെങ്കിൽ പോവാം. സീലിംഗ് പ്രോസസ്സ് ഒന്നും ചെയ്യുന്നില്ല, മനസ്സിലാക്കി ആദ്യം എന്ത് ചെയ്യണം? ഇത് സീൽ ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം അത് ഓഫ് ചെയ്യും, അവിടെ ഓഫ് ചെയ്തിട്ടാണ് വേണ്ടത്. ഇവിടെ നമുക്ക് നേരെ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിലെ പുറത്തിനകത്തൂടെ ഇറങ്ങി വരും. ഏത് അതിലൂടെ കടത്ത് അതിലൂടെ എടുക്കുക. ജസ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് ഇങ്ങനെ വെച്ചോണ്ട് തന്നെ എന്നാലേ നമുക്കിത് ലോക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. എടുക്കുക, എന്നിട്ട് കെട്ടുക, എന്നിട്ട് അരക്ക് ഒരു തുള്ളി ഇങ്ങനെ കെട്ടുക. എന്നിട്ട് ഇത് കുറച്ച് ലൂസാക്കിയിട്ട് ഇതിന് വേണം കുറച്ച് ലൂസാക്കിയിട്ട് അല്ലെങ്കിൽ